അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്തയുടെ 100-ാം വാർഷികം വളരെ കെങ്കേമമായിട്ട് കാസർഗോഡിന്റെ മണ്ണിൽ മാലിക് ദിനാർ കുടികൊള്ളുന്ന മണ്ണിൽ 100-ാം വാർഷികം സമസ്തയെ സ്നേഹിക്കുന്ന അനുഭാവികൾ, സമസ്തയോട് ചേർന്ന് നിൽക്കുന്നവർ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള മനുഷ്യർ, വ്യത്യസ്ത പ്രത്യയ ശാസ്ത്രങ്ങളിലുള്ള മനുഷ്യരൊക്കെ വേദിയെ അലങ്കരിച്ചു. മനോഹരമായ കാഴ്ചകൾ, എല്ലാ രീതിയിലും അച്ചടക്കത്തോടുകൂടെയുള്ള പ്രവർത്തനത്തെ സമൂഹത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലുള്ള മനുഷ്യർ ഏറ്റവും നന്നായി അഭിനന്ദിക്കുന്നത് കണ്ടു സന്തോഷം തോന്നി. സമസ്ത 100 വർഷം തികക്കുമ്പോൾ സമസ്തയുടെ ഒരൊറ്റ നേതാക്കളും ഇന്ന് വരെ ഏതെങ്കിലും ഒരു മനുഷ്യനെ അപമാനിക്കുന്ന വാചകമോ ഏതെങ്കിലും ഒരു മനുഷ്യരെ അപഹസിക്കുന്ന വാചകമോ ഒരു പ്രസിഡന്റിന്റെ വായിൽ നിന്നും ഒരു മറ്റു മതങ്ങളിലെ പ്രത്യയശാസ്ത്രമുള്ള മനുഷ്യരെയോ ഒരു രീതിയിലും അപമാനിക്കുന്ന ഒരു വാചകം പോലും ഉണ്ടായിട്ടില്ല. സമസ്തയുടെ മദ്രസയിൽ വിദ്യാഭ്യാസം നേടിയ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലൂടെ യാത്ര പോകുമ്പോൾ ഇന്ത്യക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നെനിക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് ഞാൻ എൻ്റെ യാത്ര പോയപ്പോൾ ഇന്ത്യക്ക് വിദ്യാഭ്യാസവും വൃത്തിയും പൗരബോധവും സിവിക് സെൻസൊക്കെ കുറവാണ് എന്നെനിക്ക് മനസ്സിലായി. ഈ പൗരബോധവും സിവിക് സെൻസൊക്കെ ഉണ്ടാക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മനുഷ്യരിൽ സ്നേഹത്തെക്കുറിച്ചും ചേർത്ത് പിടിക്കുന്നതിനെ കുറിച്ചിട്ടും വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എൻ്റെ ഈ വീഡിയോ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രവാസി സൗഹൃദങ്ങളാണ്. ഇതൊറ്റ നേതാക്കന്മാരും വീഡിയോ കാണുന്നില്ല. അപ്പോൾ സമസ്തയുടെ പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരിനെ ക്ഷണിക്കണമെന്നുള്ളൊരു പോസ്റ്റ് ഞാൻ ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ പോസ്റ്റ് കണ്ടു. ആയിരക്കണക്കിന് മനുഷ്യർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെയും ആഗ്രഹം അങ്ങനെ തന്നെയാണെന്ന്. പക്ഷേ നമ്മൾ പഠിച്ച മദ്രസ സമ്പ്രദായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യനോട് 3 ദിവസത്തിൽ കൂടുതൽ തെറ്റി നിൽക്കാൻ പാടില്ല, നമ്മൾ സ്നേഹിക്കേണ്ടവരാണ്, നമ്മൾ ചേർന്നിരിക്കേണ്ടവരാണ്, നമുക്കൊരുമിക്കാൻ അള്ളാഹു എന്നുള്ള വാചകമുണ്ടെന്ന്. പക്ഷേ നമ്മളെ പഠിപ്പിച്ച സമസ്തയുടെ നേതാക്കന്മാർക്കൊന്നും ഇതെന്തുകൊണ്ടാണ് അറിയാതായിപ്പോയത്? 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സമസ്തയിലെ ഏറ്റവും മുതിർന്ന നേതാവെന്ന രീതിയിൽ AP അബൂബക്കർ മുസ്ലിയാരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വരെ കാണുന്ന ഇന്ത്യയിലുടനീളം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വിദ്യാഭ്യാസം നൽകണമെന്നുള്ള ആഗ്രഹവുമായിട്ട് വീണ്ടും വീണ്ടും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലോകത്തോട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന നൽകിയിട്ട്, ഒരു അറിവുള്ളൊരു എന്നുള്ള പരിഗണന നൽകിയിട്ട് ക്ഷണിക്കണമായിരുന്നു. അങ്ങനെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഷംസുൽ ഉലമക്ക്, വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക്, അതുപോലെയുള്ള മുൻകഴിഞ്ഞു പോയ നേതാക്കന്മാർക്കൊക്കെ ഇഷ്ടമാകുമായിരുന്നു. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഉമ്മത്തെ മുഹമ്മദാണ് നിങ്ങൾ പരസ്പരം തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ പിണങ്ങി നിൽക്കേണ്ടവരല്ല, നിങ്ങളെ ഒരുമിക്കാൻ പരിശുദ്ധ ഖുർആനുണ്ട്. ആ പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ വഴികാട്ടിയാണ്. ഞാൻ മദീനയിലാണെങ്കിലും എൻ്റെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വാചകമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അതിലൂടെ ദീൻ മുറുകെ പിടിക്കണം. പിൽക്കാലത്ത് എൻ്റെ പേരിൽ ആരെങ്കിലും വ്യാജ എഴുത്തുകൾ ഉണ്ടാക്കാം, വ്യാജ വാക്കുകൾ ഉപയോഗിക്കാം, പക്ഷേ പരിശുദ്ധ ഖുർആനിൽ ഒരാളും കൈകടത്തുകയില്ല എന്ന്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വഴികാട്ടിയാവുന്ന ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് തീർച്ചയായും പറയാൻ ആഗ്രഹം ഇതായിരിക്കും, നമ്മൾ സുന്നി, അതുപോലെ തന്നെ ദക്ഷിണ, സമസ്ഥാന എന്നൊക്കെ പറഞ്ഞ് തെറ്റി നിൽക്കേണ്ടവരല്ല. നമ്മൾ അള്ളാഹുവിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുന്ന, പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, മുത്തുനബിയുടെ ഷഫാഅത്ത് ആഗ്രഹിക്കുന്ന,
ഔലിയാക്കളെയും ഉമറാക്കളെയും ആരിഫീങ്ങളെയും ആബിദീങ്ങളെയും വിദ്യാർത്ഥിനികളെയും ആണിനെയും പെണ്ണിനെയൊക്കെ സ്നേഹത്തോടുകൂടി പരിഗണിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളാണ്. ഖുർആൻ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വാചകമുണ്ട്. ആണിനും പെണ്ണിനും ഭാര്യ ഭർത്താവ് എന്നുള്ള പേരല്ല നൽകിയത്, തുണ, ഇണ എന്നൊക്കെയാ നൽകിയത്. നമ്മളൊക്കെ ഖുർആൻ വായിച്ച് പഠിക്കുമ്പോൾ അത്ഭുതങ്ങളിലേക്ക് കൊണ്ടുപോകും. സൂറത്ത് നെഹല് ഓതുമ്പോൾ, അല്ലെങ്കിൽ തന്നെ ഈ തേനീച്ചയെ കുറിച്ച് പഠിക്കുമ്പോൾ, നിസായിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അതുപോലെ സൂറത്തിൽ വക്കറയെ കുറിച്ച് പഠിക്കുമ്പോൾ, ആലിമ്രാനെ കുറിച്ച് പഠിക്കുമ്പോൾ, മായിദയെ കുറിച്ച് പഠിക്കുമ്പോൾ, സൂറത്തിൽ നാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ, സൂറത്തിൽ കാഫിറൂനെ കുറിച്ച് പഠിക്കുമ്പോൾ, അൽ കൗസർ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത അത്ഭുതങ്ങൾ വരും. എനിക്ക് ഈ പ്രകൃതിയിൽ നിന്ന് എപ്പോഴും അത്ഭുതം തോന്നാറ്, പടച്ചവനെ ഇതെങ്ങനെയാണ് നീ ഈ ഒരു സംവിധാനിച്ചത് എന്ന് എന്നെപ്പോലെ നിങ്ങളും ചോദിക്കുന്നുണ്ടാവും. ഇതെങ്ങനെ മേക്ക് ചെയ്തു ചോദിക്കൂലേ? മനുഷ്യർ പല രീതി ചിന്തിക്കുന്നവരാണ്. നമ്മുടെ ഉള്ളിലെ ഉള്ള പൈശാചികതയെ, ഞാനെന്നുള്ള ഭാവത്തെ, സ്വന്തം ഇച്ഛകളെ നമ്മൾ തർപ്പണം ചെയ്യണം. അപ്പോഴാണ് നമ്മളൊരു മുസ്ലിം ആവുന്നത്. ആ മുസ്ലിങ്ങളുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തയുടെ വേദിയിലേക്ക് ഒരു മുഷാവറ കൂടിയിട്ട് AP ഉസ്താദിനെ ക്ഷണിക്കാൻ തോന്നിയില്ലെങ്കിൽ ആ മുഷാവറക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇനി AP ഉസ്താദിന്റെ പ്രോഗ്രാമിലേക്ക് ഈക്ക സമസ്തയിലെ ആളുകളെ ക്ഷണിക്കാൻ തോന്നിയില്ലെങ്കിൽ, ദക്ഷിണ സമസ്തയെ ക്ഷണിക്കാൻ തോന്നിയില്ലെങ്കിൽ, സമസ്താനെ ക്ഷണിക്കാൻ തോന്നിയില്ലെങ്കിൽ അതിലെന്തോ ഒരു പിഴവുണ്ട് എന്ന് പണ്ഡിതന്മാർ പരസ്പരം ചർച്ച ചെയ്തിട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ അത് പരിഹരിക്കണമായിരുന്നു എന്ന് സമസ്തയുടെ വിദ്യാർത്ഥിയായി പഠിച്ച് വളർന്നു വന്ന, പ്രകൃതിയോടും മനുഷ്യരോടും എല്ലാത്തിനോടും സ്നേഹവും പുഞ്ചിരിയും കാണിക്കുന്ന ഒരു യാത്രികനായ എനിക്ക് പറയാൻ അർഹത ഉണ്ട് എന്ന രീതിയിൽ തന്നെ ഞാനിത് പറയട്ടെ. കാരണം നൂറുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന എൻ്റെ പേര് അള്ളാഹുവിന്റെ ധർമ്മത്തിന്റെ പ്രകാശം എന്നാണ്. അള്ളാഹുവിന്റെ ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യരെ സ്നേഹിക്കുക, വിട്ടുവീഴ്ച നൽകുക, ചേർത്ത് പിടിക്കുക, വൈജ്ഞാനിക വിപ്ലവം തീർക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. മനുഷ്യരോടൊക്കെ നമ്മളൊക്കെ ഒന്നാണ്, നമ്മളൊക്കെ ഒരു ചോരയാണ്, നമുക്കൊരു സൂര്യൻ, ഒരു ചന്ദ്രൻ, ഒരു വായു, ഇതൊക്കെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് നമ്മളോട് കരുണ കാണിക്കും. അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ ചേർത്ത് പിടിക്കണം എന്ന് മാത്രമാണ് ഒരു ഇസ്ലാം മതവിശ്വാസിയായ, വിശാലമായി ചിന്തിക്കുന്ന, ഹൃദയവിശുദ്ധിയുള്ള, അള്ളാഹു ഹിദായത്ത് നൽകിയ എല്ലാ മനുഷ്യർക്കും പറയാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനേ കഴിയുള്ളൂ. സമസ്തയിലുള്ള ഈ ഉസ്താദുമാർക്കൊക്കെ എന്നേക്കാൾ അറിവുള്ള മനുഷ്യരാണ്. ഞാൻ അവരുടെ അറിവിന്റെ മുമ്പിൽ തുച്ഛമായ മനുഷ്യനാണ്. എനിക്ക് വലിയ അറിവുള്ള ആളൊന്നുമില്ല. ഞാനൊരു വിദ്യാർത്ഥി മാത്രം. പക്ഷെ ആ വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് എന്തുകൊണ്ടായിരിക്കും ഇവർ പരസ്പരം ക്ഷണിക്കാതെയും പോകാതെയും വിളിക്കാതെയൊക്കെ ഇരുന്നത് എന്നുള്ള മനുഷ്യ സഹജമായ ഒരു ഹ്യൂമൻ ആക്ടിവിസ്റ്റ് ഉണ്ടാവുമല്ലോ. നമ്മൾ സുന്നി ആക്ടിവിസ്റ്റ് അല്ല, ഒരു ഹ്യൂമൻ ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ, മനുഷ്യസ്നേഹി എന്ന രീതിയിൽ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നു. എന്നിലെ ഇസ്ലാം, എന്നിലെ ദീൻ, എന്നിലെ പുഞ്ചിരി, എന്നിലെ പ്രവാചകന്റെ അവദാനങ്ങൾ, എന്നിലെ ആഷിഖ് റസൂൽ അങ്ങനെയാണ് ഉണർന്നത്. അങ്ങനെ നിങ്ങളുടെയൊക്കെ ഉണർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭിന്നിച്ച് നിൽക്കേണ്ടവരല്ല. ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് ഇരു സമസ്തകളുടെയും പണ്ഡിതന്മാർ അവരുടെ വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ വൈജ്ഞാനിക വിപ്ലവത്തിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞയക്കണം. ഇപ്പൊ എത്രയാണോ ആളുകളുള്ളത് അതിൽ കൂടുതൽ ആളുകളെ സാമൂഹ്യ സേവനത്തിനും മനുഷ്യർക്ക് വിദ്യാഭ്യാസം നൽകാനും അവിടങ്ങളിൽ ബിസിനസ് ചെയ്യാനും അവിടങ്ങളിലുള്ള മനുഷ്യർക്ക് യഥാർത്ഥ മനുഷ്യത്വം, മനുഷ്യസ്നേഹം, അറിവിനെക്കുറിച്ച്, പുസ്തകങ്ങളെക്കുറിച്ച്, സിവിക് സെൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരാണ് സമസ്തയുടെയൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഉസ്താദുമാർ, ആലിമീങ്ങൾ, അധ്യാപകന്മാർ, ലോയർമാർ, ഡോക്ടർമാർ, എല്ലാ രീതിയിലുള്ള മനുഷ്യരാണല്ലോ പുറത്തിറങ്ങുന്നത്. ഇവരെയൊക്കെ ക്രിയാത്മകമായിട്ട് ഇന്ത്യക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് സമസ്തയുടെ മെയിൻ ചർച്ച തന്നെ വരേണ്ടത്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവണം, ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ചർച്ചയിലൂടെ ഇന്ത്യക്ക് എങ്ങനെ വെളിച്ചമാകാം, നൂറുൻ അലാ നൂർ, അത് പരിശുദ്ധനായ അള്ളാഹുവാണ്. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന് എന്ത് വെളിച്ചം, അത് പരിശുദ്ധ ഖുർആനിൽ കിട്ടുന്ന വാചകമാണ്. ആ വാചകം എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് എല്ലാ മനുഷ്യർക്കും അദബും അറിവും മര്യാദയും വൃത്തിയും സ്നേഹവും ഹൃദയവിശുദ്ധിയും സുജൂദും ചേർത്ത് പിടിക്കലൊക്കെ പഠിപ്പിക്കലാണ്. അത്
മനുഷ്യരോട് സ്നേഹം പഠിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ വന്നു ചേരും. ആരാണ്? ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പഠിപ്പിക്കുമ്പോൾ അത് വന്നു ചേരും. അങ്ങനെയുള്ള സമസ്തയുടെ പണ്ഡിതന്മാർ ഒരുമിച്ചിരിക്കാൻ വേദിയൊരുക്കാത്തതിൽ വളരെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്നറിയാം. എങ്കിലും എന്റെ ഈ വാചകം അള്ളാഹു തന്ന സമയത്തിൽ ഞാനിത് പറയേണ്ടത് എന്റെ നിയോഗമായതുകൊണ്ട് ഞാൻ പറയുന്നു. എന്നെപ്പോലെ നിയോഗമുള്ള മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ഒരു ഷെയർ, നിങ്ങളുടെ ഒരു നല്ല വാക്കുകൾ, നല്ല കമന്റുകൾ നമ്മുടെ നേതാക്കന്മാർക്ക് മാറി ചിന്തിക്കാനും പരിശുദ്ധമായ ദീന് ഈ ഭൂമിയിൽ പ്രചരിപ്പിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പരിശുദ്ധരായ പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല തെക്കുവയുള്ള ഹൃദയവിശുദ്ധിയിലേക്ക് ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. പക്ഷേ കൂടെയുള്ള ആളുകൾ സമ്മതിക്കുന്നുണ്ടാവില്ല. ചോട്ടാ നേതാക്കന്മാര്. ഈ ചോട്ടാ നേതാക്കന്മാരെയൊക്കെ പറഞ്ഞ് ഇസ്ലാം ദീന് പറഞ്ഞിട്ട് കട്ടന്റായി പറയാൻ കഴിയുള്ള ഒരാളാണ് ജിഫ്രി തങ്ങള്, AP ഉസ്താദൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മസ്അലത്തിലേക്ക് ഇവരെത്താതിരുന്നത് എന്നുള്ളതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. നമ്മളെക്കാൾ അറിവുള്ള, നമ്മളെക്കാൾ ചിന്തയുള്ള, നമ്മളെക്കാൾ വിശാലമായി ചിന്തിക്കുന്ന, നമ്മളെക്കാൾ വിജ്ഞാന വിപ്ലവം ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ പ്രകൃതിയുള്ള മനുഷ്യരോടും മൃഗങ്ങളോടും സർവ്വചരാചരങ്ങളോടും കാരുണ്യവും കരുണയും കാണിക്കണമെന്ന അറിവുള്ള അവർ എന്തുകൊണ്ടാണ് ഒരു ഉദ്ഘാടന വേദിയിൽ വ്യത്യസ്തരായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ഒക്കെ വിളിച്ചിട്ട് ഇവരെയൊക്കെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സുഹൃത്തിന്റെ ചോദ്യം, എന്റെ വായി സമ്മേളനം കഴിഞ്ഞിട്ട് ലൈവ് തുടങ്ങിയാൽ പോരെ, അല്ലെങ്കിൽ ഇത്തിരി കൂടെ നേരത്തെ ആകാമായിരുന്നു. ഇത്തിരി കൂടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നൊരു സർപ്രൈസ് എൻട്രി ഉണ്ടാവും എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ നമ്മൾ കരുതിയിട്ട് കാര്യമില്ലല്ലോ. ഇതിന്റെയൊക്കെ നേതാക്കന്മാർ പരസ്പരം സംസാരിച്ച് ഹൃദയവിശാലതയോടുകൂടിയിട്ട്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഏറ്റവും വിശാലമായ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് പറയുകയല്ലാതെ കർമ്മത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് ഏറ്റവും മനോഹരമായിരുന്നു എന്ന് ഞാൻ പറയുന്നു. ഏറ്റവും മഹത്തായ ആശയവിപ്ലവത്തിന്റെ 100 പ്രകാശവർഷങ്ങൾ നമ്മളിലേക്ക് കടന്നു പോകുമ്പോൾ ആ പ്രകാശവർഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ AP ഉസ്താദിനെ കൂടെ ക്ഷണിച്ചിരുന്നെങ്കിൽ അതൊരു വല്ലാത്തൊരു അനുഭൂതിയാകുമായിരുന്നു വ്യത്യസ്തമായ ഇസ്ലാമിക സൗഹൃദങ്ങളിൽ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അങ്ങനെ എത്രയോ മനുഷ്യരോട് സംസാരിച്ചതിന്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിലുണ്ടാവൂലേ, അവരൊക്കെ ഒരുമിച്ചിരുന്നിട്ട് കാണുന്ന ഒരു സന്തോഷം ഉണ്ടാവില്ലേ? കാരണം നമ്മൾ പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കുകയും പടച്ചവന്റെ മുൻപിൽ മാത്രം കുമ്പിടുകയും പരിശുദ്ധ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താബിഈങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന, അള്ളാഹുവിനോട് മാത്രം സങ്കടങ്ങൾ പറയുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കാത്ത, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന, മനുഷ്യരോട് നന്ദികേട് കാണിക്കാത്ത, മനുഷ്യരോട് നന്ദി കാണിക്കുന്ന സഹജീവി സ്നേഹമുള്ള മനുഷ്യരാണ് നമ്മൾ. അപ്പോ രണ്ട് സമസ്തയുടെ പ്രോഗ്രാം, ഒരു സമസ്തക്ക് 2 വശങ്ങളാണല്ലോ. അതായത് പിന്നീട് AP ഉസ്താദ് ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, AP ഉസ്താദ് പോയതാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആ മുൻകഴിഞ്ഞു പോയ ചർച്ചയൊക്കെ ഒഴിവാക്കിയിട്ട് നാളത്തേക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ഒരുമ കാണിക്കാം